തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃണന്തി തേ ഭുരിത ജനാഃ ഭുവി ഗൃണന്തി തേ ഭുരിത ജനാഃ. ജയ് ശ്രീരാമകൃഷ്ണ. വചനാമൃതം വോള്യം 1 ഭാഗം 11 അധ്യായം 8 മുതലുള്ള ഭാഗമാണ്. ഭാഗം 11 അധ്യായം 8 മുതലുള്ള ഭാഗമാണ് ഇന്ന് നോക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ 7 വരെയാണ് നോക്കിയത്. അപ്പോൾ ഇതിനകത്തെ പ്രധാനമായി ചർച്ച ചെയ്യുന്ന വിഷയം ഭഗവാൻ തൻ്റെ വിദ്യാഭ്യാസ കാലത്ത്, അതായത് സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഭഗവാൻ ഒരു താല്പര്യവുമില്ലായിരുന്നു. അതിന് ഭഗവാൻ പറഞ്ഞിരുന്ന കാര്യം, ഈശ്വരനെ കിട്ടാൻ അല്ലെങ്കിൽ ഈശ്വരലാഭം ലഭിക്കാത്ത വിദ്യാഭ്യാസം കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞിട്ടുള്ളത്. അത് ഒരു തരത്തിൽ ഭാരതത്തിലെ അവതാര പുരുഷന്മാരായി, ഈശ്വരീയ പുരുഷന്മാരായി വന്നിട്ടുള്ളവരിലെല്ലാം സമാനമായി ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഒരേ ഏകതാനത നമുക്ക് കാണാം. പലരും സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ താല്പര്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് തന്നെയായിരുന്നു എല്ലാ ഈശ്വരീയ അവതാരങ്ങളും ഈശ്വരീയ പുരുഷന്മാരും ഒക്കെ ഭാരതത്തിൽ അനുവർത്തിച്ചിരുന്ന ഒരു വിദ്യാഭ്യാസത്തോടുള്ള താല്പര്യം. അതേപോലെ എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധേയമായിട്ടുള്ളത്, ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ കുട്ടിക്കാലത്ത് ഒട്ടനവധി ഈ സത്സംഗങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പോകും. കുട്ടിക്കാലത്ത് തന്നെ കുഞ്ഞായിരിക്കുമ്പോൾ കമാർപുക്കൂറിലെ പല സ്ഥലങ്ങളിലും, ചിലപ്പോൾ വീടുകളാകാം അല്ലെങ്കിൽ ചില ക്ഷേത്ര അങ്കണങ്ങളാകാം, എവിടെയായാലും ഈ സത്സംഗങ്ങൾ നടക്കുന്നിടത്ത് പോയി പ്രഭാഷണങ്ങൾ കേൾക്കും. പ്രത്യേകിച്ച് രാമായണം, ഭാഗവതം ഒക്കെ വായിക്കുന്നിടത്തൊക്കെ പോയി കേട്ടിരിക്കും. ഭഗവാന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ കേൾക്കുന്ന കാര്യങ്ങളെ മനസ്സിൽ പതിക്കും, മനസ്സിൽ സ്വീകരിക്കും. അപ്പോഴൊന്നും അത് വെറും കേൾവിക്കാരനായി ഇരിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. എന്നാൽ ഈ കേട്ടതെല്ലാം പിന്നീട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് അറിയുന്നത് ഭഗവാന്റെ അവതാരകാലത്തിന് ശേഷം ഭഗവാന്റെ ജീവിതകഥ എഴുതാൻ താല്പര്യപ്പെട്ട ആളുകൾ, മറ്റ് വ്യക്തികൾ, ഭഗവാന്റെ മഹാസമാധിക്ക് ശേഷം ശ്രീരാമകൃഷ്ണദേവൻ്റെ ചരിതം എഴുതാൻ താല്പര്യപ്പെട്ടവർ സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ കമാർപുക്കൂറിലും പോകുമായിരുന്നു. അവിടെ പോയി അന്വേഷിക്കും കാര്യങ്ങളെല്ലാം. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അന്വേഷിച്ച പലർക്കും കാണാൻ കഴിഞ്ഞത് ഒട്ടനവധി നോട്ട് ബുക്കുകൾ അവിടെ കണ്ടു. ഭഗവാൻ എഴുതി വച്ചിരിക്കുന്ന നോട്ട് ബുക്കുകൾ നോക്കൂ. ഭഗവാൻ തൻ്റെ അവതാരകാലത്ത് പരസ്യമായി ആളുകളുടെ മുമ്പിൽ അല്ലെങ്കിൽ ദക്ഷിണേശ്വരത്ത് വരുന്ന ഭക്തന്മാരുടെ മുമ്പിലൊന്നും എഴുതുന്നത് ആരും കണ്ടിട്ടില്ല. കഷ്ടിച്ച് പറയുന്ന ഭഗവാൻ ഇങ്ങനെ ഒപ്പെഴുതും, സ്വന്തം പേര് എഴുതും, ഗദാധർ ചാറ്റർജി എന്നൊക്കെ എഴുതും എന്നുള്ളതല്ലാതെ മറ്റൊന്നും ആരും അത്ര ശ്രദ്ധിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. പക്ഷേ കുട്ടിക്കാലത്ത് വീട്ടിൽ നോട്ട് ബുക്കുകളിൽ ധാരാളം എഴുതി വച്ചിരിക്കുന്ന നോട്ട് ബുക്കുകൾ ഈ ആളുകൾക്ക് കാണാൻ കഴിഞ്ഞു.
അപ്പോൾ അത് നോക്കിയപ്പോൾ ഈ കേട്ട രാമായണത്തിൻ്റെ കാര്യങ്ങളും അതിൽ കഥകളും അതിനെക്കുറിച്ചുള്ള ഭഗവാന്റെ എങ്ങനെയാണ് അതിൻ്റെ ഭഗവാന്റെ ഇൻ്റർപ്രിട്ടേഷൻ കുട്ടിയായിരിക്കുന്ന കാലത്തു നിന്നാണ് ആലോചിക്കണം. ഭഗവാന്റെ ഇൻ്റർപ്രിട്ടേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആസ്വാദനം, ഇതെല്ലാം അതിൽ എഴുതി വച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇത്രയും നിരവധി നോട്ട് ബുക്കുകൾ അങ്ങനെ കണ്ടുകിട്ടി. ഇതൊന്നും ഭഗവാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരും ശ്രദ്ധിച്ചിരുന്നില്ല. അതിനുശേഷമാണ് ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് എഴുതുന്നതെന്ന് വെച്ചാൽ, പോയി കേട്ട് മടങ്ങി വീട്ടിൽ വന്ന ശേഷം ഓർമ്മയിൽ നിന്നാണ് ഇതെല്ലാം എഴുതുന്നത്. ഒരുപക്ഷെ ഭഗവാന്റെ ഭഗവാൻ ഈ സിദ്ധി പിന്നീട് പകർന്നു നൽകിയത് വചനാമൃതത്തിൻ്റെ രചയിതാവായ മാസ്റ്റർ മഹാശയന് ആണ് എന്ന് നമുക്ക് ബോധ്യമാവുകയല്ല, നമുക്ക് അനുമാനിക്കാൻ പറ്റും. ഇതൊരിടത്തും വ്യക്തമായി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ അനുമാനിക്കാം. കാരണം മാസ്റ്റർ മഹാശയൻ വചനാമൃതം എഴുതിയത് 5 ഭാഗങ്ങളായിട്ട് ഈ വചനാമൃതം മുഴുവൻ എഴുതി തീർത്തത് ഓർമ്മയിൽ നിന്നാണ്. കാരണം ഈ ഭഗവാനോടൊപ്പം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ മാസ്റ്റർ മഹാശയൻ മഹേന്ദ്രനാഥ ഗുപ്ത പിന്നീട് ഓർമ്മയിൽ നിന്നാണ് ഇതെല്ലാം പകർത്തി വെക്കുന്നത്. അതായത് വചനാമൃതം എന്നുള്ള 5 വോള്യം പൂർത്തിയാക്കാനുള്ളൊരു ശ്രമം നടത്തിയപ്പോൾ അത് ഭഗവാന്റെ മഹാസമാധിക്ക് ശേഷം 20 വർഷം കഴിഞ്ഞാണ് അതിൻ്റെ എഴുത്ത് ആരംഭിക്കുന്നത്. അപ്പോൾ ഓർമ്മയിൽ നിന്നാണ്. മാത്രമല്ല ആ കാലഘട്ടങ്ങളിൽ ഭഗവാനോടൊപ്പം ഉണ്ടായിരുന്ന കഷ്ടിച്ച് 5 വർഷം, ആ കാലങ്ങളിൽ ഭഗവാനെ സന്ദർശിച്ചിട്ട് വീട്ടിൽ വന്നിരുന്ന് പകൽ നടന്ന സംഭവങ്ങളെ ഓർമ്മയിൽ നിന്നാണ് എഴുതിക്കൊണ്ടിരുന്നത്. അത് മനസ്സിലാക്കണം. പിന്നീട് ഇതെല്ലാം തന്നെ കൃത്യമായി എല്ലാ ദിവസവും എഴുതുന്നില്ലായിരുന്നു എന്ന് മാസ്റ്റർ മഹാശയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ചില കാര്യങ്ങൾ എഴുതുന്നത്. അപ്പം ഇതിങ്ങനെ പല ദിവസങ്ങളിൽ ഓർമ്മയിൽ നിന്ന് എഴുതി, ഒരു ധ്യാനാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ഓർമ്മയിൽ നിന്ന് എഴുതിയതാണിതെല്ലാം. മാത്രമല്ല മാസ്റ്റർ മഹാശയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മാസ്റ്റർ മഹാശയൻ ഈ വചനാമൃതം എഴുതുമ്പോൾ ഓർഡറിലല്ല, ആ ഡേറ്റ് വൈസ് ഓർഡറിലല്ല ഇത് എഴുതിയത്. ഓരോ ദിവസവും ധ്യാനാവസ്ഥയിലിരുന്ന് അന്ന് ധ്യാനത്തിൽ മനസ്സിൽ തെളിയുന്ന ആ പഴയ സന്ദർഭങ്ങളെ റീക്രിയേറ്റ് ചെയ്തിട്ട് അതേക്കുറിച്ച് എഴുതും. അപ്പോൾ തീയതികളും ദിവസങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി തന്നെയാണ് ഇരിക്കുന്നത്. പിന്നീട് ഇതെല്ലാം കൂടെ കമ്പൈൽ ചെയ്ത് നല്ല രീതിയിൽ ഇത് എഡിറ്റ് ചെയ്ത് ഇറക്കിയ സന്ദർഭത്തിലാണ് ഇതിൻ്റെ ഒരു രൂപം കൃത്യമായി വന്നത് എന്നും കൂടെ നമ്മൾ ഓർക്കണം. മാസ്റ്റർ മഹാശയൻ അങ്ങനെയൊന്നുമല്ല. ചിലപ്പോൾ 1882 സംഭവം ആദ്യം എഴുതും, അത് കഴിഞ്ഞ് 84 എഴുതും, ചിലപ്പോൾ 85 എഴുതും. ഇങ്ങനെ പല സന്ദർഭങ്ങളിലുള്ളത് അപ്പോഴപ്പോൾ മനസ്സിൽ തോന്നുന്ന ആ രംഗങ്ങളെ റീക്രിയേറ്റ് ചെയ്തിട്ട് അതാണ് എഴുതുന്നത്. പക്ഷേ അന്നവിടെ പറഞ്ഞ ആ ദിവസം പറഞ്ഞ സന്ദർഭങ്ങളും ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപടി വള്ളി പുള്ളി തെറ്റാതെ എഴുതും. മാത്രമല്ല അന്ന് അവിടെ കൂടിയിരുന്ന ആളുകൾ ആരൊക്കെ, അവരെങ്ങനെയൊക്കെയാണ് ഇരുന്നത്, ഏതൊക്കെ പൊസിഷനിലാണ് ഇരുന്നത്, അന്ന് അവരുടെ മുഖഭാവം എന്തായിരുന്നു, ഇതെല്ലാം ഈച്ച് ആൻഡ് എവരി പോയിൻ്റ് വളരെ ഭംഗിയായിട്ട് റീക്രിയേറ്റ് ചെയ്ത് എഴുതും. അതൊരു മഹാസിദ്ധിയാണ്. ഇത് ഭഗവാനിൽ നിന്ന്, ശ്രീരാമകൃഷ്ണദേവനിൽ നിന്ന് കിട്ടിയതാണ് ഈ സിദ്ധി എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് ഇനി ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മൾ അതേ തുടർന്നുള്ളതാണ് ഇന്ന് നമ്മൾ വായിക്കാനിരിക്കുന്നതും. അത് മുഴുവനായിട്ട് നിങ്ങൾ അത് പൂർണ്ണമായി കേൾക്കണം. അപ്പോൾ അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇനിയുള്ളത് ഓഡിയോ മാത്രമാണ്, വീഡിയോ അല്ല. അപ്പോൾ അത് പൂർണ്ണമായി കേൾക്കുക. ജയ് ശ്രീരാമകൃഷ്ണ. സ്ഥപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. അപ്പോൾ നമ്മൾ ശ്രീരാമകൃഷ്ണ വചനാമൃതം 1-ാം വോള്യം 11-ാം ഭാഗം, ഇന്ന് അധ്യായം 8 മുതൽ 11 വരെ 3 അധ്യായം ഒന്ന് നോക്കാം. അതായത് 1883 ജൂൺ 10 ഞായറാഴ്ച. ഈ 3 അധ്യായം, അതായത് 8, 9, 10, 11, അപ്പോൾ 4 അധ്യായം. ഈ 4 അധ്യായം അവസാനിക്കുന്ന 11-ാം അധ്യായം അവസാനിക്കുമ്പോൾ പറയുന്നത്
നേരം സന്ധ്യയായപ്പോഴേക്ക് ഗുരുദേവൻ ഊണിന് ശേഷം ഒട്ടും വിശ്രമിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അതിന് കാരണം മണിരാമപുരം, ബൾഗേറിയ, പിന്നെ മറ്റു ചില ഭക്തന്മാരും ഈ മണിരാമപുരത്ത് നിന്നും ബൾഗേറിയയിൽ നിന്നും ഉള്ള ഭക്തന്മാരും പിന്നെ മറ്റ് ചില ഭക്തന്മാരും അങ്ങനെ തിരക്കിട്ട ഒരു സംഭാഷണത്തിൻ്റെ ഒരു സമ്പൂർണമായും ഭഗവാൻ ആ സമയങ്ങളിൽ സമ്പൂർണമായി ആ ദിവസം മുഴുവനും സംഭാഷണത്തിലായിരുന്നു, നിർത്താതെ. അതാണ് ഉച്ചയ്ക്ക് ഊണിന് ശേഷം തുടങ്ങിയതാണ്, ഒട്ടും വിശ്രമിക്കാതെ സംഭാഷണം നടത്തി വൈകുന്നേരം ആയപ്പോഴേക്കും സന്ധ്യ കഴിഞ്ഞാണ് അവരൊക്കെ പോയത്. ഈ 3 അധ്യായങ്ങളിൽ ഭഗവാൻ പറയുന്ന ചില പ്രധാന കാര്യങ്ങളാണ് നമുക്കൊന്ന് നോക്കാം. അതിൽ 8-ാം അധ്യായം തുടങ്ങുമ്പോൾ അവിടെ ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ ബാല്യകാല ചരിത്രം പറയുന്നിടത്ത് ഇപ്പോൾ പള്ളിക്കൂടത്തിൽ കണക്ക് പഠിക്കുന്ന കാര്യം തലകറക്കം വരും എന്നാണ് പറയുന്നത്. കണക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ തലകറക്കം വരും എന്നാണ് ഭഗവാൻ പറയുക. എന്നാൽ ചിത്രം വരയ്ക്കുക അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രതിമകൾ ഉണ്ടാക്കുക, അപ്പോൾ ഇതൊക്കെ വലിയ പ്രതിമകൾ എന്ന് പറയുമ്പോൾ ദേവീദേവന്മാരുടെ രൂപത്തിലുള്ള പ്രതിമകൾ, ഇതൊക്കെ ഉണ്ടാക്കുന്നതിലായിരുന്നു ഭഗവാൻ ഏറ്റവും ഇഷ്ടം. ഭഗവാൻ നല്ലൊരു ചിത്രകാരനും നല്ലൊരു കലാകാരൻ കൂടിയായിരുന്നു. നൃത്തം തുടങ്ങിയ കാര്യങ്ങൾ എന്ന പോലെ തന്നെ ചിത്രകലയിൽ ഗംഭീരമാണ്. ഭഗവാന്റെ 2 ചിത്രങ്ങൾ ബലൂർ മഠത്തിൽ ഇപ്പോഴും ആ മ്യൂസിയത്തിൽ 2 ചിത്രങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഭഗവാൻ വരച്ച ബ്ലാക്ക് ഇങ്കിൽ വരച്ചിട്ടുള്ള മനോഹരമായ 2 ചിത്രങ്ങൾ. വെറും ഡ്രോയിങ് ആണ്. അതിൻ്റെ ആ ലൈൻസ് എന്നൊക്കെ പറയുന്നത് വളരെ ശക്തമായ നല്ല സ്കെയിൽ വച്ച വര പോലെ ഇരിക്കും ഓരോ വരകൾ കണ്ട. അത്രയ്ക്ക് കൃത്യമായിട്ട് ഭഗവാൻ വരച്ച 2 ചിത്രങ്ങൾ ഇപ്പോഴും അവിടെ ബലൂർ മഠത്തിലെ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിത്രകലയിൽ അഗ്രഗണ്യനാണ് ഭഗവാൻ. ഇതിനു മുമ്പും പല സ്ഥലങ്ങളിലും നമ്മളത് കണ്ടിട്ടുണ്ട്. ഭഗവാൻ മാസ്റ്റർ മഹാശയനോട് തന്നെ ചില ആശയങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചില ചിത്രങ്ങളെക്കുറിച്ച്. അതിലൊന്നാണ് നമുക്കൊക്കെ പരിചിതമായ ഒരു മുട്ടയിൽ അടയിരിക്കുന്ന പക്ഷിയുടെ ചിത്രം. ആ ചിത്രം എവിടെയെങ്കിലും കണ്ടാൽ വാങ്ങിക്കൊണ്ട് വരണം, അങ്ങനെ ഒരു ചിത്രം വാങ്ങിക്കൊണ്ട് വരണം എന്ന് മാസ്റ്റർ മഹാശയനെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് തന്നെ ഭഗവാൻ മാസ്റ്റർ മഹാശയനോട് പറയുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു പിന്നീട് അത് എങ്ങനെ വരച്ചെടുക്കുകയോ എന്തോ ചെയ്തതാണ്. ആ ഭഗവാൻ പറഞ്ഞ രൂപത്തിൽ അത് വരച്ചെടുത്തു എന്നാണ്. ആ ചിത്രം വളരെ പ്രശസ്തമായ ചിത്രമാണ്. ആ പെയിൻറ്റിങ് നമ്മൾ ഭഗവാന്റെ മാസ്റ്റർ മഹാശയൻ്റെ ജീവചരിത്രത്തിലൊക്കെ അതിൻ്റെ കവർ പേജ് തന്നെ, മാസ്റ്റർ മഹാശയൻ്റെ ജീവചരിത്രത്തിൻ്റെ കവർ പേജ് തന്നെ ഈ പക്ഷിയുടെ പടമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ചിത്രകലയിൽ ഭഗവാൻ വലിയ പ്രഗത്ഭനായിരുന്നു. അതേസമയം ഈ വിദ്യാഭ്യാസം, അതായത് പഠനം, കണക്ക് തുടങ്ങിയ കണക്ക് പഠിത്തമൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഭഗവാൻ. എന്നിട്ട് ഇതുകൂടാതെ മറ്റൊരു കാര്യം കൂടെ ശ്രീരാമകൃഷ്ണദേവൻ ചെയ്തിരുന്നു കുട്ടിക്കാലത്ത്. അത് പിന്നീട് ഭഗവാന്റെ ചരിത്രം തേടി പോയവർക്കാണ് മനസ്സിലായത്. അതെന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ, അതായത് ഭഗവാനെക്കുറിച്ചുള്ള ഇപ്പം ലീലാമൃതം എഴുതുന്ന സമയത്ത് ശാരദാനന്ദ സ്വാമികളും അല്ലാതെ തന്നെ പലരും ഭഗവാന്റെ പിന്നീട് ജീവചരിത്രം എഴുതാൻ താല്പര്യപ്പെട്ടിട്ടുള്ള പലരും കമാർപുക്കൂറിലെ വീട്ടിൽ പോയി ഭഗവാനെക്കുറിച്ചുള്ള അറിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശേഖരിക്കുന്നൊരു പതിവുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ശാരദാനന്ദ സ്വാമികൾ അത് കൃത്യമായി ചെയ്തതാണ്. കമാർപുക്കൂറിൽ പോയി ഓരോരുത്തരെയും കണ്ടാണ് ലീലാമൃതം എഴുതിയിരിക്കുന്നത്. വളരെ നേരിട്ടുള്ള ഇൻഫർമേഷനും ശാരദാനന്ദ സ്വാമികൾ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളും മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ലീലാമൃതം എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് വചനാമൃതം, നേരിട്ട് കേട്ട കാര്യങ്ങൾ മാത്രം. അപ്പോൾ ഇവിടെ വീട്ടിൽ ചെന്നപ്പോൾ, ഭഗവാന്റെ വീട്ടിൽ ഈ ഭഗവാനെക്കുറിച്ച് എഴുതാനായിട്ട്, ഭഗവാന്റെ ജീവചരിത്രം എഴുതാനായിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ശാരദാനന്ദ സ്വാമികൾ പറഞ്ഞതാണ്, അവിടെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടത് കുറേ നോട്ട് ബുക്കുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു, കുറേ നോട്ട് ബുക്കുകൾ. അപ്പോൾ ഈ നോട്ട് ബുക്കുകളിലെല്ലാം രാമായണം കാവ്യരൂപത്തിൽ ഭഗവാൻ എഴുതി വച്ചിട്ടുണ്ട്. രാമായണം കാവ്യരൂപത്തിൽ ഭഗവാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ചില നാടകങ്ങൾ പകർത്തി എഴുതി വച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്തെ ഈ പുണ്യപുരാണമായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ചില ബംഗാളി നാടകങ്ങൾ
ഭഗവാൻ പകർത്തി വച്ചിട്ടുണ്ട്. കാര്യം അന്നത്തെ കാലത്ത് ഇതേപോലെ പുസ്തകങ്ങൾ വാങ്ങാൻ കിട്ടാൻ ബുക്ക് സ്റ്റാളുകൾ കുറവാണ്, പബ്ലിഷിംഗ് കമ്പനികളൊന്നും അധികമില്ല. അപ്പോൾ അതൊക്കെ പകർത്തി എഴുതൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ആരുടെയെങ്കിലും കിട്ടുന്ന ഒരു കോപ്പി കിട്ടിയാൽ അത് കൊണ്ടുവന്ന് പകർത്തി നോട്ട് ബുക്കിൽ എഴുതും. അങ്ങനെ ഭഗവാൻ ധാരാളം കാവ്യരൂപങ്ങൾ പകർത്തി എഴുതി വെച്ചിട്ടുണ്ട്. രാമായണത്തിൻ്റെ കാവ്യരൂപം ഭഗവാൻ പകർത്തി നോട്ട് ബുക്കിൽ എഴുതി വെച്ചിരുന്നു, നാടകങ്ങളിൽ. അപ്പം ഇതെങ്ങനെ വന്നു എന്നാൽ, ചില പുസ്തകങ്ങൾ കിട്ടിയാൽ അത് വായിച്ചു നോക്കും. യഥാർത്ഥത്തിൽ ഈ പുസ്തകങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയത് നേരിട്ട് പകർത്തി എഴുതുകയല്ല ചെയ്തത്. അതാണ് അതിനകത്തെ രസം. ചില പുസ്തകങ്ങൾ കണ്ടാൽ ഭഗവാൻ വായിച്ചു നോക്കും. എവിടെയെങ്കിലും വെച്ച് കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ വെച്ച് കിട്ടുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് കിട്ടുന്ന പുസ്തകങ്ങൾ അത് വായിച്ചു നോക്കും. എന്നിട്ട് വീട്ടിൽ മടങ്ങി വന്ന് ആ വായിച്ചതെല്ലാം തെറ്റാതെ, ഒരു വരി പോലും തെറ്റാതെ സ്വന്തം നിലയ്ക്ക് അത് കാണാതെ എഴുതി വെക്കും. നമുക്ക് ഇവിടെ ഞാനും ഈ ഭാഗം വായിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളീ ഭഗവാന്റെ ജീവചരിത്രവും ലീലാമൃതവും വചനാമൃതവും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നിയ ഒരു കാര്യം, ഈ ഭാഗം വായിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത്. അത് നിങ്ങൾക്കും അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നോക്കാം. എനിക്ക് തോന്നിയ ഒരു കാര്യം, ഭഗവാൻ ഈ വായിച്ച കാര്യങ്ങളും കേട്ട കാര്യങ്ങളും എല്ലാം വീട്ടിൽ വന്ന് കൃത്യമായി നോട്ട് ബുക്കിൽ എഴുതി വെക്കുന്ന പതിവുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെയാണ് മാസ്റ്റർ മഹാശയനെയും പരിശീലിപ്പിച്ചെടുത്തത്. അപ്പോൾ മാസ്റ്റർ മഹാശയൻ ഈ രീതി ചെയ്തത് തികച്ചും അത് മാസ്റ്റർ മഹാശയൻ്റെ ശൈലിയല്ല, ഭഗവാന്റെ ശൈലിയാണ്. ഭഗവാൻ എന്താണോ ചെയ്തിരുന്നത് അത് തന്നെ, ആ ഒരു കഴിവിനെ ഭഗവാൻ തൻ്റെ ഭക്തന് നൽകുകയാണ് ചെയ്തത്. കമാർപുക്കൂറിൽ ഉണ്ടായിരുന്ന കാലത്ത് ഭഗവാൻ എന്താണോ ചെയ്തിരുന്നത് ആ കാര്യങ്ങൾ മാസ്റ്റർ മഹാശയന് പകർന്നു നൽകി. ആ ശക്തിയാണ് മാസ്റ്റർ മഹാശയൻ തൻ്റെ വചനാമൃതം പൂർത്തിയാക്കാൻ ഉപയോഗിച്ചത്. അതുകൊണ്ടായിരിക്കാം മറ്റാരോടും അത് കേട്ട് പകർത്തി എഴുതണ്ട എന്ന് ഭഗവാൻ പറഞ്ഞതിൻ്റെ ഒരു സാങ്കത്യവും കൂടി ഇതായിരിക്കാം. തീർച്ചയായിട്ടും അതുതന്നെ ആകാനാണ് സാധ്യതയെന്നാണ് തോന്നുന്നത്, അങ്ങനെയാണ് വിചാരിക്കുന്നത്. അത് ആ ഭാഗം വായിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നി അതാണ്. മാസ്റ്റർ മഹാശയനും ഇത് തന്നെയാണ് ചെയ്തത്. ഒന്നും നേരിട്ട് മുഖതാവിലിരുന്ന് എഴുതിയെടുത്തതല്ല. കേട്ടതെല്ലാം വീട്ടിൽ വന്ന് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടോ ഒക്കെയാണ് ആ ഓർമ്മയിൽ നിന്ന് എടുത്താണ് ഇതൊക്കെ എഴുതിയത്. മാസ്റ്റർ മഹാശയൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു മാസ്റ്റർ മഹാശയൻ ഇങ്ങനെ ഓർമ്മയിൽ കുറിക്കാനുള്ള ആ ശക്തി നമുക്ക് മാസ്റ്റർ മഹാശയനെ ഒരുക്കിയത് അങ്ങനെയാണ്. കുട്ടിക്കാലത്ത് ഡയറി എഴുത്തെന്നുള്ള ശീലം ബോധ്യപ്പെടുത്തുന്നു, അത് മാസ്റ്റർ മഹാശയനിൽ ഉണ്ടാകുന്നു. അതൊരു ഈശ്വര കടാക്ഷമാണ്. അങ്ങനെ പരിശീലനം കിട്ടിയ ഒരാളെ ഭഗവാൻ തന്നെ എങ്ങനെയാണോ ചെയ്തിരുന്നത് അതേപോലെ തന്നെ നോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ശക്തി നൽകുന്നു, പകർന്നു നൽകുന്നു. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ആ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകാം. പിന്നെ ഈ ഒരു കണക്ക് പഠിക്കുന്നതിനെ കുറിച്ചിട്ടുള്ളൊരു ചില കാര്യങ്ങളുണ്ട്. ഭഗവാൻ ഈ കണക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ ഒരു കാര്യം ലീലാമൃതത്തിൽ പറയുന്നുണ്ട്. ഭഗവാൻ ഈ സ്കൂളിൽ ചെന്ന കണക്ക് പഠിക്കാൻ ഇഷ്ടമല്ല, എന്തുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അത് ലീലാമൃതത്തിൽ ഞാൻ ആ ഭാഗം പറയാം. ഗണിതശാസ്ത്രത്തിൽ ഭഗവാൻ ഗദാധരനുണ്ടായിരുന്ന വിപ്രതിപത്തി, താല്പര്യമില്ലായ്മ മുമ്പ് തന്നെ അറിയാവുന്നതാണ്. എന്നാലും പാഠശാലയിൽ പോയതിന് ശേഷവും ഗണിതവും ലേശമൊക്കെ പഠിച്ചു. ധാരാപദം എന്ന പട്ടികയിലെ ഭൂ അളവിൽ കഠാര വരെയുള്ള പട്ടിക, അത് ആ കാലത്തെ എന്തെങ്കിലും പട്ടികയുടെ എഞ്ചുവടിയുടെ ഒരു കണക്കായിരിക്കാം ആ പറയുന്നത്. ഭൂ അളവിൽ കഠാര വരെയുള്ള പട്ടിക ചൊല്ലാനും ചെറിയ സംഖ്യകൾ കൂട്ടുവാനും കിഴിക്കുവാനും ചെറുസംഖ്യകൾ കൊണ്ട് ഗുണിക്കാനും ഹരിക്കാനും എല്ലാം ഗദാധരന് പഠിക്കേണ്ടി വന്നു. എന്നാൽ അവിടെ നിലച്ചു പഠിപ്പ്. ഈ കൂട്ടിക്കിഴിക്കൽ കൈ കിട്ടിയതോടുകൂടി ഗദാധരൻ പഠനം മതിയാക്കി. ഇത് എല്ലാ ഈശ്വരീയ പുരുഷന്മാരുടെയും ജീവിതത്തിൽ, ഭാരതത്തിൽ പിന്നീട് ഉണ്ടായതും സമീപകാലത്ത് ഉണ്ടായതുമായ എല്ലാ ഈശ്വരീയ പുരുഷന്മാരുടെയും ജീവിതത്തിൽ സമാനമായ ഒരു രീതി നമുക്ക് കാണാൻ പറ്റും. അതായത് ചെറുപ്രായത്തിൽ തന്നെ
അവർ ഈ വിദ്യാഭ്യാസ രീതിയെ നിരാകരിക്കുകയാണ് ചെയ്തത്. അവർക്ക് ഈ വിദ്യാഭ്യാസ രീതി യോഗ്യമല്ലാതായി. അവർക്കത് സ്വീകരിക്കാൻ വയ്യാതായി. ഭഗവാൻ തന്നെ പറഞ്ഞത് ഈശ്വരനെ കിട്ടാൻ ഗുണം ചെയ്യാത്ത വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് ഫലം? ഭാരതീയ വിദ്യാഭ്യാസത്തിനുണ്ടായിരുന്ന ഏറ്റവും വലിയ ഗുണം ഈശ്വര ലാഭത്തിലേക്ക് ഒരു മനുഷ്യജന്മത്തെ നയിക്കാൻ ഭാരതീയമായ പൗരാണിക വിദ്യാഭ്യാസത്തിന് കഴിയുമായിരുന്നു. അതായിരുന്നു സത്യം. പിന്നീട് വന്ന ഈ വിദ്യാഭ്യാസ രീതിക്കുണ്ടായ മാറ്റം, അത് ഭഗവാന്റെ ജനനത്തിന് ശേഷമാണ് ആ മാറ്റമുണ്ടായത്. നമ്മളിതിനു മുമ്പ് ആ ചരിത്രത്തെക്കുറിച്ച് ഇന്ത്യയുടെ വിദ്യാഭ്യാസ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതാണ് ഇക്കാര്യം. ഭഗവാന്റെ ജനനത്തോടു കൂടിയാണ് ഭഗവാൻ ജനിക്കുന്നത്. ആ പുതിയ വിദ്യാഭ്യാസ രീതി നിലവിൽ വന്ന ഭാരതത്തിലാണ്. അതിനു മുമ്പ് വരെ, അല്ലെങ്കിൽ പൗരാണികമായ അവസ്ഥയിൽ ഭാരതത്തിലെ വിദ്യാഭ്യാസ രീതിക്ക് ശരിക്കും ആധ്യാത്മികതയെ ഉയർത്താൻ, ഒരുവനിലെ ആധ്യാത്മികതയെ ഉയർത്താൻ പര്യാപ്തമായ തരത്തിലുള്ള വിദ്യാഭ്യാസ രീതിയായിരുന്നു. ഈ വേദങ്ങളും ഉപനിഷത്തുകളും ഉൾപ്പെടെ ഒരു മനുഷ്യജന്മത്തെ നവീകരിക്കാനും ഉത്കൃഷ്ടമാക്കാനും ഈശ്വരോന്മുഖമായി സഞ്ചരിക്കാനും പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ രീതിയായിരുന്നു. അതാണ് പിന്നീട് കണക്ക് പഠിത്തത്തിലേക്കും മറ്റുള്ള ഇംഗ്ലീഷ് പഠിത്തത്തിലേക്കും കഴിമാറുന്നത് ഭഗവാന്റെ ജനനത്തോടുകൂടി. ഭഗവാൻ 1836 ജനിക്കുന്നു. 1835 ഇത് ഈ തരത്തിൽ ഉള്ള വിദ്യാഭ്യാസ രീതി നിലവിൽ വരികയും ചെയ്യുന്നു. അത് നമ്മൾ ഇതിനു മുമ്പും പല സ്ഥലത്തും അത് ഭഗവാന്റെ കാര്യത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഒരിടത്ത് കുറിച്ചു വച്ചിരുന്നു. അത് വരുന്നത് നമ്മളിതിനു മുമ്പ് ഒരു ഭാഗത്ത് അത് സൂചിപ്പിച്ചിരുന്നു. 1835 വില്യം ബെൻഡിങ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയതും മെക്കാളെ പ്രഭു പിന്നീട് അത് പരിഷ്കരിച്ച് ഇംഗ്ലീഷ് ഫസ്റ്റ് ലാംഗ്വേജ് ആക്കിയതും എല്ലാം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ പദ്ധതി 1835 നമുക്കിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നുള്ളതിൻ്റെ ചരിത്രം നമ്മളിതിനു മുമ്പ് പറഞ്ഞതാണ്. അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. എന്നാലും ആ 36 ജനിക്കേണ്ടി വന്ന, ഒരു വർഷം കൂടെ കഴിഞ്ഞ് ജനിച്ച ഭഗവാന് ആ വിദ്യാഭ്യാസ രീതിയാണ് തുടരേണ്ടി വന്നത്. അതുകൊണ്ടാണ് ആ വിദ്യാഭ്യാസത്തെ ഭഗവാൻ ഉപേക്ഷിച്ചിട്ട് ഇതിൽ ഈശ്വരനെ നേടാൻ കഴിയാത്ത വിദ്യാഭ്യാസം കൊണ്ട് എന്ത് ഗുണം എന്ന് പറഞ്ഞ് അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറായത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഭാരതത്തിൽ ഈ അവസ്ഥയിലുള്ള ഒരുപാട് ഈശ്വരീയ പുരുഷന്മാർ പിന്നീടും ജന്മമെടുത്തപ്പോൾ, അവതാരമെടുത്തപ്പോഴൊക്കെ ഈ ഒരു രീതി നമുക്ക് കാണാൻ പറ്റും. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കത് കാണാൻ പറ്റുന്നത് ഇതിനകത്ത് ഭഗവാൻ സത്യസായി ബാബയുടെ ചരിത്രത്തിലും ഇത് തന്നെ ഇത് പറയുന്നുണ്ട്. സത്യസായിബാബയുടെ ചരിത്രത്തിൽ, സായിബാബയുടെ ചരിത്രത്തിൽ പറയുന്ന ഉറവക്കൊണ്ടായിലെ സ്കൂളിലാണ്, ഹൈസ്കൂളിൽ സത്യസായിബാബ പഠിക്കുന്നത്. അതിനു മുമ്പ് ബുക്കപട്ടണം എന്ന സ്ഥലത്താണ് ലോവർ പ്രൈമറി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ക്ലാസ്സിൽ അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്നതൊന്നും സായിബാബ എഴുതാറില്ല. അന്ന് സത്യൻ എന്നാണ് പേര്. അപ്പോൾ സത്യൻ അത് എഴുതാറില്ല, പറഞ്ഞു കൊടുക്കുന്നു. അതിൻ്റെ പേരിൽ ഒരുപാട് തല്ലുകയും പിടിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ കേൾക്കുന്നതെല്ലാം അദ്ദേഹത്തിന് ഹൃദിസ്ഥമായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് ഇതിൽ താല്പര്യവുമില്ലായിരുന്നു. ഈ ഒരു വിദ്യാഭ്യാസ രീതിയോട് അദ്ദേഹത്തിന് താല്പര്യമില്ല. ഇത് നടക്കുന്നത് 1940 കഥയാണ്. 40 ഒക്ടോബർ 20 ഭഗവാന്റെ ശ്രീരാമകൃഷ്ണദേവൻ്റെ നടക്കുന്നത് 1836. പിന്നീട് വരുന്ന ആ 36 മുതലുള്ള ഏതാണ്ട് ഒരു 10-15 വർഷത്തെ കണക്കിലാണ് അന്നത്തെ വിദ്യാഭ്യാസം പോയത്. അപ്പം 1846 മുതൽ 50 വരെയുള്ള കണക്കെടുക്കാം. 1850 വരെയുള്ള വിദ്യാഭ്യാസ കാലത്താണ് ഭഗവാൻ ഇത് ഉപേക്ഷിച്ചത്. ഇതിവിടെ 1940 ഒക്ടോബർ 20 സായിബാബ തൻ്റെ വിദ്യാഭ്യാസം ഉപേക്ഷിക്കുന്നത്. കാരണം ആ സ്കൂളിലേക്ക് പോകുന്ന, ഒരു ദിവസം രാവിലെ സ്കൂളിലേക്ക് പോയ കുട്ടി
പെട്ടെന്ന് മടങ്ങി വരികയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ആ സ്കൂളിലേക്ക് പോകുന്നില്ല, ഞാൻ ഈ വിദ്യാഭ്യാസം തുടരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഇത് തന്നെയാണ് സമാനമായും സംഭവിക്കുന്നത്. ഈ സാഹചര്യം അമൃതാനന്ദമയി ദേവിയുടെ ചരിത്രത്തിലും പറയുന്നുണ്ട്. അമൃതാനന്ദമയി ദേവിയുടെ സ്കൂൾ ജീവിതത്തിലും നമ്മളിത് കാണാം. അമ്മ സ്രായിക്കാട്ട് സ്കൂളിലാണ് പഠിച്ചിരുന്നത്, സ്രായിക്കാട്ട്. അപ്പോൾ ക്ലാസ്സിൽ വായിച്ച് കേൾക്കുന്നത് അപ്പോഴേ മനഃപ്പാഠമാക്കും. അതുകൊണ്ട് അതിന് മാത്രമല്ല, അത് കഴിഞ്ഞ് ഗൃഹപാഠം കൊടുക്കുന്നത് സ്കൂളിൽ ക്ലാസ്സിലിരുന്ന് തന്നെ ഗൃഹപാഠം തീർക്കും. കാരണം ഗൃഹപാഠം വീട്ടിൽ പോയി ചെയ്യാനുള്ള അവസരമില്ല. കാരണം സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നാൽ വീട്ടുജോലി എടുക്കണം. അപ്പം വീട്ടുജോലി എടുക്കുന്നുള്ളത് കൊണ്ട് വീട്ടിൽ വന്നിരുന്ന് പഠിക്കാനുള്ള സമയമില്ല. പിറ്റേ ദിവസം സ്കൂളിൽ പോകുന്നത് വരെയും വീട്ടുജോലിയിൽ ഏർപ്പെട്ടേ പറ്റൂ. മാതാ അമൃതാനന്ദമയുടെ അമ്മ അത്രമാത്രം അമ്മയെ ആ ജോലികൾ, വീട്ടുജോലി ചെയ്യാൻ വളരെ നിർബന്ധിച്ചിരുന്നു. ശിക്ഷണ നടപടി പോലെയാണ് അത് ചെയ്തിരുന്നു. പക്ഷേ ആ വീട്ടുജോലികൾ ചെയ്യാൻ നിർബന്ധിക്കുകയും അതോടുകൂടി ഏകദേശം 5ാം ക്ലാസ് വരെ പഠിച്ചതോടുകൂടി പഠനവും നിന്നു. അപ്പം അതാണ്, അവരും 5ാം ക്ലാസ് എത്തിയപ്പോൾ പഠനം നിർത്തി. രമണ മഹർഷിയുടെയാണ് ഏറ്റവും തമാശ. രമണ മഹർഷി, വെങ്കട്ടരാമൻ എന്നായിരുന്നു അന്നത്തെ പേര്. മധുരയ്ക്ക് അടുത്ത് തിരുച്ചിഴി ഗ്രാമം, തിരുച്ചിഴി. രമണ മഹർഷി പഠിക്കാൻ വലിയ മിടുക്കനൊന്നും ആയിരുന്നില്ല. എന്നാലും നോക്കൂ, രമണ മഹർഷിയും അമേരിക്കൻ മിഷൻ സ്കൂളിലാണ് പഠിച്ചത്. അതാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇവർക്കൊക്കെ കിട്ടാനുള്ള, അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ചുവട് പിടിച്ചുള്ള ആ രീതിയിലാണ് ഇവരെല്ലാം വന്നിട്ടിരുന്നത്. അതുകൊണ്ടാണ് ഇവർക്കത് അത് തീരെ സഹിക്കാൻ പറ്റാതെ പോയത്. ഇപ്പോൾ രമണ മഹർഷി അമേരിക്കൻ മിഷൻ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു ബന്ധു വീട്ടിൽ വന്നപ്പോൾ അരുണാചലം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു. വീട്ടിൽ ഒരു ബന്ധു വന്നപ്പോൾ. അപ്പോൾ അരുണാചലം അതെവിടെയെന്ന് ചോദിച്ചപ്പോൾ അത് തിരുവണ്ണാമല എന്ന് പറഞ്ഞ സ്ഥലത്താണെന്ന് ആ ബന്ധു പറയുന്നതും കേട്ടു. ആ പേര് കേട്ടതോടുകൂടി രമണ മഹർഷിക്ക് ആ ഉള്ളിലൊരു വലിയ വൈകാരിക ഭാവം ഉണ്ടാവുകയാണ്. എങ്ങനെയെങ്കിലും എനിക്ക് ആ സ്ഥലത്ത് ചെല്ലണം എന്നുള്ളൊരു തോന്നലുണ്ടാകുക. അപ്പോൾ രമണ മഹർഷിക്ക് അച്ഛൻ നേരത്തെ മരിച്ചുപോയി, പിന്നെ ചേട്ടനാണ് ആകെ ഉള്ളത്. അപ്പോൾ ചേട്ടനും അവിടെ കോളേജിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ചേട്ടൻ്റെ കോളേജിൽ അടയ്ക്കാനുള്ള ഫീസ് രമണ മഹർഷിയുടെ കയ്യിലാണ് കൊടുത്തു വിട്ടത്, 5 രൂപ. രമണ മഹർഷി എന്ത് ചെയ്തു? അന്ന് രമണ മഹർഷി 8ലോ 9ലോ പഠിക്കുന്ന സമയത്താണ്. എല്ലാവരും ഏതാണ്ട് ഒരേ ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവനും എല്ലാം ഒരേ ക്ലാസ്സിലാണ് പഠിത്തം നിർത്തുന്നത്, ഏതാണ്ട് ഒരേ സ്റ്റാൻഡേർഡിലാണ്. രമണ മഹർഷി 5 രൂപയും കൊണ്ട് നേരെ അങ്ങ് വണ്ടി കയറി നേരെ തിരുവണ്ണാമലയ്ക്ക് പോയി. അങ്ങനെ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയതേയില്ല. പിന്നെ ചേട്ടനൊരു കത്തെഴുതി, എനിക്ക് വണ്ടിക്കൂലിക്ക് ഞാൻ 3 രൂപ എടുത്തു, അതിൽ നിന്ന് 2 രൂപ തിരിച്ചയക്കുന്നു എന്നും പറഞ്ഞ് പിന്നീട് ചേട്ടന് കത്തെഴുതി എന്നൊക്കെ രമണ മഹർഷിയുടെ ജീവിതത്തിൽ വായിക്കാം. അപ്പോൾ ഇവരുടെയൊക്കെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഈ വിരക്തി, ഇവരുടെ ഈ സ്കൂൾ വിദ്യാഭ്യാസം ഈ വിരക്തിക്ക് എന്താണ് കാരണം? ഭാരതീയ സങ്കല്പം അനുസരിച്ച് ഈശ്വരോന്മുഖമായ ഒരു ജീവിത ശൈലിയാണ് ഇവരെല്ലാം അനുഷ്ഠിച്ചിരുന്നത്. അപ്പം നമ്മുടെ എല്ലാം ജീവിതശൈലി അതാണ് യഥാർത്ഥത്തിൽ. പ്രകൃതിയോട്, ഈശ്വരഭാവങ്ങളോട്, ഇതാണ് നമ്മുടെ അടിസ്ഥാനപരമായ ഭാരതീയൻ്റെ ഒരു പ്രതിപത്തി. അങ്ങനെ നമ്മുടെ അടിസ്ഥാന സ്വഭാവവും അതിലാണ്. അപ്പം അതിൽ നിന്ന് വേറിട്ട ഒരു വിദ്യാഭ്യാസ ശൈലി ഇംപ്ലിമെൻ്റ് ചെയ്ത സന്ദർഭത്തിൽ അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത്ര രീതിയിൽ വിദ്യാഭ്യാസം പുരോഗമിക്കാത്തത്. നമ്മൾ ഈ കാണുന്ന വിദ്യാഭ്യാസ പുരോഗതി യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസ പുരോഗതി അല്ല. കാരണം അതിനേക്കാളെല്ലാം എത്രയോ മുകളിലായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ ശൈലി. നളന്ദ, തക്ഷശില പോലുള്ള യൂണിവേഴ്സിറ്റികൾ, ലോകത്ത് ആദ്യമായി യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കപ്പെട്ടത് ഭാരതത്തിലാണ്. വിദേശികൾ ഇവിടെ വന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് UK-യിലും കാനഡയിലും നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോകുന്ന പോലെ അന്ന് വിദേശത്തിരിക്കുന്ന കുട്ടികൾ പഠിക്കാൻ വന്നത് ഭാരതത്തിലാണ്. കാരണം ഒരു യൂണിവേഴ്സിറ്റിയുള്ള ഒന്നിലേറെ യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ഭാരതം. അപ്പം അതാണ് നമ്മുടെ വിദ്യാഭ്യാസ ശൈലി, അതായിരുന്നു. ഇന്ന് ലോകത്ത് കണ്ടുപിടിപ്പിക്കപ്പെട്ടിരുന്ന എല്ലാ പുതിയ
കണ്ടുപിടുത്തങ്ങൾ എന്ന് നമ്മൾ കൊട്ടിഘോഷിക്കുന്ന എല്ലാ കാര്യങ്ങളും ഭാരതീയ വിദ്യാഭ്യാസ ശൈലിയിൽ പണ്ടേ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ ഇന്നിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അതിനെ നിരാകരിക്കും. നമ്മുടെ ഭാരതീയർ തന്നെ അത് നിരാകരിക്കും. അതുകൊണ്ട് നമ്മളത് നിർഭാഗ്യവശാൽ നമുക്കത് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അതിലേക്ക് പോയിട്ട് കാര്യമില്ല. ഏതായാലും ഭാരതീയ വിദ്യാഭ്യാസത്തിൻ്റെ ഈ രീതിയോട് മടുപ്പ് തോന്നിയത് കൊണ്ടാണ് ഈ അവതാര പുരുഷന്മാരെല്ലാം ആ വിദ്യാഭ്യാസത്തെ നിരാകരിക്കാൻ തയ്യാറായത് എന്ന് മാത്രമാണ് ഇതിനകത്ത് ചുരുക്കം. ഇനി 1835 വില്യം ബെൻഡിങ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഭാരതത്തിൽ നടന്ന രണ്ട് കാര്യങ്ങൾ നമുക്ക് പരസ്പര പൂരകമായ രണ്ട് സംഭവങ്ങൾ അപ്പം നടന്നത് കാണാം. അതായത് വില്യം ബെൻഡിങ് 835 ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടക്കുമ്പോൾ 835 ഷിർദി സായി ബാബ ജനിക്കുന്നത്. ഷിർദിയിലുള്ളത് ഷിർദി സായി ബാബ അതേ വർഷമാണ് ജനിക്കുന്നത്. ഒരു വർഷം കഴിയുമ്പോൾ ശ്രീരാമകൃഷ്ണദേവനും ജനിക്കുന്നു 836. ഒരു വർഷത്തെ വയസ്സിൻ്റെ വ്യത്യാസത്തിലാണ് ഈ രണ്ട് ജന്മങ്ങൾ. ഒന്ന് കിഴക്കും ഒന്ന് പടിഞ്ഞാറ്. ഷിർദിയിലും കമാർപുക്കൂറിലൊക്കെ അവിടെയായിട്ടാണ് ഈ ജന്മം നടക്കുന്നത്. ഷിർദി ഭഗവാന്റെ ജനിക്കുന്നത് ഷിർദിയിലല്ല. ഭഗവാൻ എങ്ങനെയാണോ ഇവിടെ കൽക്കട്ടയിൽ വന്നത്, കമാർപുക്കൂറിൽ നിന്ന് എങ്ങനെയാണോ കൽക്കട്ടയിൽ വന്നത്, അതേപോലെയാണ് പിന്നീട് ഷിർദി ബാബയും ഷിർദിയിലെത്തുന്നത്. ഷിർദിയിലെത്തുന്നതോടുകൂടിയാണ് ഷിർദി ബാബയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആ ഏതാണ്ട് സമാന പ്രായത്തിലുമാണ്. ഭഗവാൻ ഏത് പ്രായത്തിലാണോ ഇവിടെ ദക്ഷിണേശ്വരത്ത് അല്ലെങ്കിൽ കൽക്കട്ടയിൽ വന്നത്, ദക്ഷിണേശ്വരത്ത് വന്നത്, അതേ പ്രായത്തിൽ തന്നെയാണ് ഷിർദി ബാബ ഷിർദിയിൽ വരുന്നത്. ഷിർദി ബാബയുടെ പിന്നെ ഇതിനെക്കുറിച്ച് അവ്യക്തതകൾ ധാരാളം ഉണ്ടെങ്കിലും ഏതായാലും ഷിർദിയിൽ വരുന്ന സമയം തൊട്ട് ഉള്ളത് പറയുമ്പോൾ രണ്ടുപേരും തുല്യമായ അവസരത്തിൽ, ഒരാൾ ബംഗാളിൽ കൽക്കട്ടയിലെ നഗരഭാഗത്തേക്ക് വരുന്നു, മറ്റേയാൾ ഷിർദിയിലേക്ക് വരുന്നു. ഈ രണ്ടുപേരും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് സംസ്കാരവും ഭാരതത്തിൽ വിത്ത് വിതയ്ക്കുമ്പോഴാണ് ഈ രണ്ട് അവതാര പുരുഷന്മാർ രണ്ട് ഭാഗത്തായിട്ടുണ്ടാകുന്നത്. 1886 ഭഗവാന്റെ സമാധിക്ക് ഒരു ദിവസം മുമ്പ്, ശ്രീരാമകൃഷ്ണദേവൻ്റെ സമാധിക്ക് ഒരു ദിവസം മുമ്പ് ഷിർദി ബാബ തൻ്റെ ശരീരത്യാഗം ചെയ്യുന്നതായിട്ട് ഷിർദി ചരിത്രത്തിൽ പറയുന്നുണ്ട്. അന്ന് ഷിർദി ബാബ മാലസപതി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ കാലത്ത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരു യോഗിവര്യൻ മാലസപതിയുടെ മടിയിൽ കിടന്നിട്ട് പറഞ്ഞത്, ഞാൻ 3 ദിവസത്തേക്ക് എൻ്റെ ഈ ശരീരത്തിൽ ജീവൻ ഉണ്ടാവില്ല. 3 ദിവസം കഴിഞ്ഞ് മാത്രമേ ഈ ശരീരം ദഹിപ്പിക്കുകയോ അല്ലെങ്കിൽ സംസ്കരിക്കുകയോ ചെയ്യാവൂ. അതുകൊണ്ട് ഈ 3 ദിവസം നീ ഈ ശരീരം സൂക്ഷിക്കണം എന്ന് പറഞ്ഞാണ് ഷിർദി ബാബ സമാധി സ്വീകരിക്കുന്നത്. ഉടൻ ഷിർദിയിലുള്ള പഞ്ചായത്തിലുള്ള ആൾക്കാരും എല്ലാം വലിയ പ്രശ്നമായി. കാര്യം ഇത് പെട്ടെന്ന് ദഹിപ്പിക്കണം, ഇതിങ്ങനെ ഈ മൃതശരീരം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴൊക്കെ മാലസപതി ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതോ ഏതായാലും കൂടെ ഉണ്ടായിരുന്ന ആൾ, പേര് പെട്ടെന്ന് എനിക്കൊരു കൺഫ്യൂഷനുണ്ട്, എന്നാലും ഞാൻ മാലസപതി എന്ന് പറയുന്നു. അപ്പോൾ മാലസപതി പറയുന്നു ഇത് സാധ്യമല്ല, 3 ദിവസം കഴിയാതെ ഈ ശരീരം ദഹിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമാധി ആകുന്നത് ഷിർദി ബാബ സമാധിയായി അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ശ്രീരാമകൃഷ്ണദേവൻ ദേഹത്യാഗം ചെയ്യുന്നത്, മഹാസമാധി സ്വീകരിക്കുന്നത് തൊട്ട് അടുത്തതാണ്. അതായത് ഫെബ്രുവരി 17 1886 ഓഗസ്റ്റ് 16 ഭഗവാൻ ദേഹത്യാഗം ചെയ്യുന്നു. അപ്പോൾ 15 അതിൻ്റെ ഒരു ദിവസം മുമ്പാണ്
ഷിർദി ബാബ ദേഹത്യാഗം ചെയ്യാൻ ശ്രമിക്കുന്നത്, അതായത് ശരീരം വെടിയാൻ തയ്യാറാവുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ്, ഭഗവാന്റെ സമാധിക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഷിർദി ബാബ തിരിച്ച് സ്വശരീരത്തിലേക്ക് മടങ്ങുന്നത്. പിന്നെ 1918 യഥാർത്ഥ സമാധി നടന്നത്. അപ്പം സ്വശരീരത്തിലേക്ക് മടങ്ങി ഉണർന്ന ശേഷം പറഞ്ഞത്, ഷിർദി ബാബ പറഞ്ഞത്, ഗദാധരൻ പോയി എന്നാണ് പറഞ്ഞത്. ഗദാധരൻ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത് എന്ന് പറയും. ഷിർദി ചരിത്രത്തിൽ അത് പറയുന്നുണ്ട്. ഹേമന്ത് പാന്ത് എഴുതിയിട്ടുള്ള ഷിർദി സായി സച്ചരിതത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ ശ്രീരാമകൃഷ്ണദേവനും മാസ്റ്റർ മഹാശയനോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കയ്യിൽ ഹുക്കയുള്ള, തലയിൽ കെട്ടുള്ള ഒരു അവധൂതൻ്റെ ചിത്രം എവിടെയെങ്കിലും കണ്ടാൽ എനിക്ക് കൊണ്ടുതരണമെന്ന്. അത് ഷിർദി ബാബയുടെ ചിത്രമായിരുന്നു. അപ്പം മാസ്റ്റർ മഹാശയൻ അങ്ങനെ ഒരു ചിത്രം തേടി നടക്കുന്നുണ്ട്. അത് കിട്ടിയതായിട്ട് പറയുന്നില്ല, അങ്ങനെ ചിത്രം തേടി നടക്കുന്നത്. അത് മാസ്റ്റർ മഹാശയൻ തന്നെ എഴുതിയ കാര്യമാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള കണക്ഷനാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഈ തരത്തിൽ ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ സമയത്താണ് ഈ രണ്ടു പേരും ഭാരതത്തിൽ ജന്മമെടുക്കുന്നത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിക്കുന്ന അതേ വർഷത്താണ് ഈ രണ്ടു പേരും ഈ ഭാരതത്തിൽ ജന്മമെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ നമ്മുടെ ഭാരതീയ സംസ്കൃതിയെ, ഭാരതീയ സംസ്കാരത്തെ വീണ്ടെടുക്കാനുള്ള ഒരു അവതാരങ്ങളായിട്ടാണ് നമ്മൾ, അവതാര ലക്ഷ്യമായിരുന്നത്. അതിനാണ് ഇവരുടെ ആ അവതാരം ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് വചനാമൃതത്തിൻ്റെ ഭാഗത്തേക്ക് കടന്നു വരാം. ശ്രീരാമകൃഷ്ണദേവൻ്റെ ബാല്യചരിത്രം പറഞ്ഞപ്പോൾ കുട്ടിക്കാലത്ത് സ്ത്രീകൾക്ക് വളരെ വാത്സല്യമായിരുന്നു എന്ന് ഭഗവാൻ ഈ ഭാഗത്ത് പറയുന്നുണ്ട്. ഇവിടെ വചനാമൃതത്തിൽ നമ്മൾ വായിക്കുന്ന ആ ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഗ്രാമങ്ങളിലുള്ള കമാർപുക്കൂറിലെ സ്ത്രീകൾക്ക് ഏറ്റവും താല്പര്യമുണ്ടായിരുന്നു ഭഗവാന്റെ കഥകൾ കേൾക്കാനും ഭഗവാനോടൊപ്പം ചെലവഴിക്കാനും ഒക്കെ. ആ ഓരോ വീട്ടിലെയും സ്ത്രീകൾ അത്രമേൽ ഗദാധരനെ സ്നേഹിച്ചിരുന്നു അവർ. അപ്പോൾ ആ ഒരു അടുപ്പത്തെക്കുറിച്ച് ലീലാമൃതത്തിൽ പറയുന്നുണ്ട്. കാര്യം ആ ലീലാമൃതത്തിൽ അതിനെക്കുറിച്ചൊരു ഭാഗത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ ശ്രീരാമകൃഷ്ണദേവൻ ഗദാധരൻ ഞാൻ ആ ഭാഗം എടുത്തോട്ടെ. സീതാനാഥൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ ഗദാധരൻ പോവുകയും സീതാനാഥൻ്റെ വീട്ടിൽ അറിയാതെ സ്ത്രീവേഷം ധരിച്ചാണ്, ഒരു സ്ത്രീയാണെന്നുള്ള വേഷം ധരിച്ച് അവിടെ ചെല്ലുകയും അയാളോടൊരു പന്തയം വെച്ചതിൻ്റെ പേരിലാണ് അയാൾ പോലും അറിയാതെ അയാളുടെ അന്തഃപുരത്തിൽ ചെല്ലുകയും പിന്നീട് അവർക്കത് ബോധ്യപ്പെടുകയൊക്കെ ചെയ്തു. അതൊരു രസകരമായ സംഭവമായിട്ട് ലീലാമൃതത്തിൽ അത് വിവരിക്കുന്നുണ്ട്. അപ്പോൾ അത്രമേൽ തനിക്ക് ആ ഗ്രാമത്തിലെ സ്ത്രീകളോടുള്ള ആ സ്ത്രീകൾക്ക് ഭഗവാനോടുള്ള ആ ഒരു ആഭിമുഖ്യത്തെക്കുറിച്ച് ഭഗവാൻ പറയും. ഇത് തൻ്റെ കുട്ടിക്കാല ബാല്യകാല ചരിത്രം പറയുന്നു എന്നും പറഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ 8-ാം അധ്യായത്തിൽ പറയുന്ന ഭാഗമാണ്. അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അത് ഈ ഭാഗം ചെന്ന് അവസാനിക്കുന്നത് രാമായണവുമായിട്ടുള്ള ബന്ധപ്പെട്ടൊരു ഭാഗത്തേക്കാണ്. ഈ അധ്യായം വചനാമൃതത്തിലൂടെ ചെല്ലുന്നത് രാമായണം കേൾക്കാനും ഇഷ്ടമാണ്. അങ്ങനെ രാമായണത്തെക്കുറിച്ചാണ്. അപ്പോൾ രാമായണത്തിലെ ഒരു കാവ്യഭാഗം, രാവണൻ്റെ ആ മണ്ഡോദരിയുടെ ഒരു ഭാഗം ഇവിടെ വചനാമൃതത്തിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഭാഗം ഇവിടെ പറയുന്നൊരു പ്രത്യേക കാര്യം, ശ്രീരാമകൃഷ്ണദേവൻ ഈ രാമായണം, ഈ മണ്ഡോദരിയുടെ ആ ഭാഗം, രാമായണത്തിൽ നിന്നുള്ള ആ ഭാഗം കേട്ടപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ കണ്ണീർ വാർത്തു. പാട്ട് കേട്ടിട്ട്, പാടുന്നത് രാമലാലാണ്, ആ പാട്ട് കേട്ടിട്ട് ശ്രീരാമകൃഷ്ണദേവൻ കണ്ണീർ വാർത്തു. അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, ഞാനൊരിക്കൽ വെളിക്ക് പോകാൻ കാറ്റാടി മരത്തിൻ്റെ ചുവട്ടിലേക്ക് പോയപ്പോൾ പുഴയിൽ വഞ്ചിയിൽ നിന്നും വഞ്ചിക്കാർ ഈ പാട്ട് പാടുന്നത് കേൾക്കാനിടയായി. അപ്പം അന്നത്തെ കാലത്ത് ഈ വഞ്ചിക്കാരൊക്കെ ഇങ്ങനെയുള്ള പാട്ടുകളാണ് പാടിക്കൊണ്ടിരുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടത്. അപ്പം എത്രമാത്രം ഉത്കൃഷ്ടമായിരുന്നു നമ്മുടെ ഭാരതത്തിൻ്റെ അന്നത്തെ അവസ്ഥ. ഈ രാമായണവും പൗരാണികമായ ഈ കാവ്യഗ്രന്ഥങ്ങളൊക്കെ ഒരു തോണിക്കാരൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാം. ഗംഗയിലൂടെ, പുഴയിലൂടെ തോണി തുഴഞ്ഞു പോകുന്ന ഒരാളുടെ അവസ്ഥ, ആ ഗംഗയിലൂടെ തോണി തുഴയുന്ന ആ തോണിക്കാരൻ്റെ
അവസ്ഥയെ നമുക്ക് അങ്ങേരുടെ ആ തോണിക്കാരുടെ ഒരു സ്റ്റാൻഡേർഡൊക്കെ നമുക്ക് ഉദ്ദേശിക്കാവുന്നതാണ്. കാര്യം അവരൊന്നും വലിയ പണ്ഡിതന്മാരോ അങ്ങനെയുള്ള ആളുകളല്ല. ജീവസന്ധാരണത്തിന് വേണ്ടി തോണി തുഴഞ്ഞ് ജീവിക്കുന്ന സാധാരണ മനുഷ്യരാണ്. ആ സാധാരണ മനുഷ്യർ പോലും പാടുന്നത് രാമായണമാണ്. എത്ര ഉത്കൃഷ്ടമായിരുന്നിരിക്കണം. അപ്പോൾ ആ രാമായണം പാടുന്നത് കേട്ടിട്ട്, ഈ വഞ്ചിയിൽ പാട്ട് കേട്ടിട്ട് ശ്രീരാമകൃഷ്ണദേവൻ അത് കേട്ടോളം തന്നെ ആ മരച്ചോട്ടിൽ ഇരിക്കുകയാണ്. പഞ്ചവടിയിൽ ചെന്നിട്ട് ആ മരച്ചോട്ടിൽ ഇരിക്കുമ്പോഴാണ് ഇത് കേൾക്കുന്നത്. എന്നിട്ട് ഈ പാട്ട് കേട്ടിട്ട് ആ പാട്ടിൻ്റെ അർത്ഥം ഉള്ളിൽ തട്ടിയിട്ട് കരച്ചിലോട് കരച്ചിലായിരുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് ആരോ താങ്ങിപ്പിടിച്ചാണ് പിന്നീട് മുറിയിലേക്ക് കൊണ്ടുപോയത്. അതാണ് ശ്രീരാമകൃഷ്ണദേവന് രാമനാമം കേട്ടാൽ ശ്രീരാമകൃഷ്ണദേവൻ അനുഭൂതിയിൽ ലയിക്കും എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധേയമായ ഒന്ന് കാര്യം എനിക്കിത് വായിച്ചപ്പോൾ തോന്നി, അന്നത്തെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ആ ഒരു മഹിമ ഈ ഒരു ചെറിയ സംഭവത്തിൽ പോലും നമുക്ക് തെളിഞ്ഞു കാണാം. തോണിക്കാർ പോലും ഇവിടെ ഇന്നത്തെ കാലത്ത് നമ്മൾ കർക്കിടക മാസം, ഇപ്പോൾ രാമായണ മാസം ആയതുകൊണ്ട് കർക്കിടക മാസം ആവണം രാമായണം ഒന്ന് വായിക്കാൻ. ഇനി അടുത്ത കർക്കിടകം ആകുമ്പോഴാണ് രാമായണ വായന വരുന്നത്. അതേസമയം നിത്യജീവിതത്തിലെ തൊഴിലാളികൾ അവർ തങ്ങളുടെ നിത്യജീവിതത്തിൽ പോലും രാമായണശീലുകളാണ് പാടിയിരുന്നത് എന്ന് മാസ്റ്റർ മഹാശയൻ ഇവിടെ എഴുതിയിരിക്കുന്നത് വായിച്ചപ്പോൾ അന്നത്തെ ആ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം വരും. തുടർന്ന് ലീലാമൃതത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ലീലാമൃതത്തിലൊരു ഭാഗമുണ്ട്. അതായത് ഭഗവാൻ, അതിൻ്റെ കഥ ഇതാണ്, ചുരുക്കം ഇതാണ്. ഒരു സന്യാസി ദക്ഷിണേശ്വരത്ത് വന്നു. ലീലാമൃതത്തിൽ പറയുന്ന ഒരു ഭാഗമാണ്. ഒരു സന്യാസി ദക്ഷിണേശ്വരത്ത് വന്നു. കയ്യിലൊരു നോട്ട് പുസ്തകവും കമണ്ഡലും, ഈ രാമനാമത്തെക്കുറിച്ചുള്ള ആ ഭാഗം പറയുന്നതാണിത്. ഇപ്പോൾ ഒരു നോട്ട് പുസ്തകവും കമണ്ഡലവുമായിട്ടാണ് ആ സന്യാസി ദക്ഷിണേശ്വരത്ത് വരുന്നത്. കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പുസ്തകവും ഉണ്ടായിരുന്നു. ശ്രീരാമകൃഷ്ണദേവൻ നോക്കുമ്പോൾ ഈ സന്യാസി ഈ പുസ്തകം മറിച്ച് ദിവസവും ഈ പുസ്തകം വായിക്കുന്നത് കാണാം. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവന് ഒരു കൗതുകം തോന്നി. എന്താണ് ആ പുസ്തകത്തിലുള്ളത്, ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ് എന്നുള്ളൊരു കൗതുകം തോന്നി. അങ്ങനെ ആ നോട്ട് പുസ്തകം ഒന്ന് കാണിക്കാമോ എന്ന് വിളിച്ച് ചോദിച്ച് ആ പുസ്തകം മേടിച്ചു ശ്രീരാമകൃഷ്ണദേവൻ. വാങ്ങിച്ച് അത് നോക്കിയപ്പോൾ അതിൽ വേറെ ഒന്നും എഴുതിയിട്ടില്ല. ആകെ എഴുതിയിരിക്കുന്നത് ഓം രാമ എന്ന ഒരു വാക്ക് മാത്രമാണ്. ഓം രാമ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എല്ലാ പേജിലും ഓം രാമ എന്നൊരു വാക്ക് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇതാണോ എന്നും ഇരുന്ന് വായിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് പറഞ്ഞ മറുപടി, എന്തിനാണ് വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ വായിക്കുന്നത്, എന്തിനാണ് അതൊക്കെ പഠിക്കുന്നത്? ഈ ഒരൊറ്റ നാമം മാത്രം വായിച്ചാൽ മതി, പിന്നെ എല്ലാമായി. എല്ലാ വേദങ്ങളും എല്ലാ ഉപനിഷത്തുക്കളും ഈ ഒറ്റ നാമത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വേദങ്ങളോ ഉപനിഷത്തുകളോ മറ്റൊന്നും തന്നെ മറ്റൊരു ഗ്രന്ഥവും നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ല. രാമനാമം, ഓം രാമ എന്നുള്ള രാമനാമം എഴുതിയ ആ ഒരു നാമം മാത്രം ചൊല്ലിയാൽ മതി. ശ്രീരാമകൃഷ്ണദേവന് വലിയ ആ സന്യാസി അത് പറഞ്ഞപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അങ്ങ് അത്യന്തം ആനന്ദത്തിലായി. കാര്യം അങ്ങനെയും തിരിച്ചറിയുന്ന, ആ നാമത്തിൻ്റെ ശക്തി തിരിച്ചറിയുന്ന ആളുകൾ ഉണ്ട് എന്നുള്ള ഭഗവാന്റെ അറിവായിരുന്നു അത്. ഭഗവാൻ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അത്ഭുതം തോന്നിയെന്നാണ്. അപ്പോൾ ആ രാമനാമത്തിൻ്റെ ശക്തി എത്രമാത്രമാണെന്ന് ഇതിൽ പരം ഒരു തെളിവ് വേറെ വേണ്ട എന്നാണ് പറയുന്നത്. ഇനി അധ്യായം 9, നമ്മൾ ഇത് 8-ാം അധ്യായം കഴിഞ്ഞ് വചനാമൃതത്തിൽ നമ്മൾ അധ്യായം 9-ലെത്തുമ്പോൾ ഭക്തന്മാർ വന്നെത്തിയത് പറയുന്നുണ്ട്. ഈ ബൾഗേറിയയിൽ നിന്നും മണിരാമപുരത്തു നിന്നും ഒക്കെ ഭക്തന്മാർ വന്ന കാര്യം ഇവിടെ 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പം അവരുമായി ഈശ്വര വിചാരം ചെയ്യുന്നത് സംബന്ധിക്കുന്ന കാര്യങ്ങളുമാണ് അവിടെ ആ ഭാഗത്ത് ഉള്ളത്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഭക്തന്മാർ ഭഗവാനെ തേടി വരുന്നതിൻ്റെ രഹസ്യം? അതാണ് നമുക്കവിടെ ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യം. എന്തുകൊണ്ടാണ് ഇത്? അവിടെ ആ 9-ാം അധ്യായം തുടങ്ങുമ്പോൾ നമുക്കത് കാണാം. മണിരാമപുരത്തു നിന്ന് ഒരു സംഘം ഭക്തന്മാർ വന്നു, ബൾഗേറിയയിൽ നിന്ന് ഒരു സംഘം ഭക്തന്മാർ വന്നു, പിന്നെ അവിടെ തന്നെ മണിമല്ലികൻ ഉൾപ്പെടെയുള്ള ഭക്തന്മാർ അവിടെ ഉണ്ട്. എന്ത് കാരണം കൊണ്ടാണ് ഇത്രയധികം ഭക്തന്മാർ നിരന്തരം ദക്ഷിണേശ്വരത്ത് ഭഗവാനെ തേടി വരുന്നതിൻ്റെ രഹസ്യമെന്ത്?
ലീലാമൃതത്തിൽ അത് സംബന്ധിച്ചൊരു ഭാഗം ഉണ്ട്. ഞാനത് നോക്കട്ടെ. ലീലാമൃതത്തിൽ ആ ഭാഗം നമുക്കൊന്ന് നോക്കാം. ലീലാമൃതത്തിൽ ആ ഭാഗം വരുന്നുണ്ട്. ലീലാമൃതത്തിൽ പറയുന്നത് ഒരു മനുഷ്യനിൽ ഒരു കുട്ടിയുടെ സരളതയും തികച്ച മനുഷ്യത്വവും ഒന്നിച്ചുണ്ടാകുക എന്നത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല എന്നാണ് പറയുന്നത്. ഇതാണ് ആളുകളെ, ഈ ഭക്തന്മാരെ ഭഗവാനിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്ന ആ ഭാവം ഇതായിരുന്നു. ഒരു മനുഷ്യനിൽ ഒരു കുട്ടിയുടെ സരളതയും തികഞ്ഞ മനുഷ്യത്വവും ഒന്നിച്ചുണ്ടാകാമെന്ന് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. 5 വയസ്സായ കുട്ടിയുടെ കുട്ടിത്തമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഏത് കുട്ടികളോടും നമുക്കൊരാകർഷകത്വം. ഈ കുട്ടിത്തത്തോടുള്ള ഒരു ആകർഷകത്വമാണ് പലരും ഇത് പറയാറുണ്ട്. ഭഗവാന്റെ അടുത്ത് വരുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ കാണുന്നത് പോലുള്ളൊരു ആനന്ദമാണ് ഭഗവാനെ കാണുമ്പോൾ. അപ്പം അതാണ് അവരെ ആകർഷിച്ചതെന്ന് ഇത് ലീലാമൃതത്തിൽ ശാരദാനന്ദ സ്വാമികളാണ് അതിനെ പറയുന്നത്. പിന്നെ പറയുന്നത്, ഒരു കൊച്ചുകുട്ടി എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റുന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ കുട്ടികളെ നമുക്ക് അത്രമേൽ ഇഷ്ടമാണ്. കുട്ടികൾ ആരാണെന്ന് അറിയേണ്ട കാര്യമില്ല. പക്ഷേ ഒരു കുഞ്ഞിനെ കണ്ടാൽ നമുക്ക് സ്നേഹമുണ്ടായിരിക്കും. അല്ലെങ്കിൽ കുട്ടികൾ കാണുന്നവരുടെ എല്ലാം സ്നേഹം പിടിച്ചു പറ്റും. അത് കുട്ടിത്തത്തിൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് പറയുന്നത്. പ്രായപൂർത്തി വന്നിരുന്നുവെങ്കിലും ശ്രീരാമകൃഷ്ണദേവനെ കാണുമ്പോൾ ആളുകളുടെ മനസ്സിൽ ഒരു കൊച്ചു കുഞ്ഞിനെ കണ്ടാലത്തെ പോലത്തെ മനോഭാവം സ്ഫുരിച്ച് അവർ മോഹിതരും ആകൃഷ്ടരുമായി തീരുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് അതിനുള്ള പ്രധാന കാരണമായി ശാരദാനന്ദ സ്വാമികൾ നിരീക്ഷിച്ചിട്ട് ഇതെഴുതുന്നത്. എന്നിട്ട് ഇതോടൊപ്പം പറയുന്നത് വേറൊരു, ഈ ബാലകഭാവത്തിൻ്റെ മൂടുപടം മറയ്ക്കപ്പെട്ട് ഉള്ളിലിരിക്കുന്നത്, ഈ ബാലകഭാവം ഒരു മൂടുപടം മാത്രമാണ്. അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് തികഞ്ഞ മനുഷ്യത്വമായിരുന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതെങ്ങനെയാണെന്ന് പറയാം. അയോധ്യാധിപനായ ശ്രീരാമചന്ദ്രൻ്റെ ലോകോത്തര ചരിത്രം വർണ്ണിക്കുമ്പോൾ ഭാരതത്തിലെ പേരുകേട്ട കവി ഭവഭൂതി ഉത്തരരാമചരിതത്തിലെ ഒരു ഭാഗം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് ഭഗവാന്റെ ശ്രീരാമകൃഷ്ണദേവനെ സംബന്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞാണ് ലീലാമൃതത്തിൽ ഈ ഭാഗം കോട്ട് ചെയ്യുന്നത്. ശ്രീരാമകൃഷ്ണദേവനെയും ഇതിൽ ശ്രീരാമചന്ദ്രനെക്കുറിച്ചാണ് ഇത് എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് ശ്രീരാമകൃഷ്ണദേവനും ആ ഭാഗം അനുയോജ്യമാണ് എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഉത്തരരാമചരിതത്തിൽ ഭവഭൂതി എഴുതിയ ഒരു 2 വരിയാണ്. വജ്രാദപി കഠോരാണി മൃദൂനി കുസുമാദപി ലോകോത്തരാണാം ചേതസാംസി കോനോ വിജ്ഞാതുമർഹതി. ഇതാണ് ചരിതത്തിൽ എഴുതിയിരിക്കുന്ന ഈ ഭാഗം. അപ്പം ശ്രീരാമകൃഷ്ണദേവൻ്റെ അവതാര പ്രകൃതി, നല്ല മനുഷ്യരുടെ ഒരു കൂടിക്കാഴ്ച എങ്ങനെയെങ്കിലും സംഭവിക്കുന്നത്, ഇത് പറയപ്പെടുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ ഒരു ചരിത്രത്തെ എങ്ങനെയാണ് ഈ ഉത്തരരാമചരിതത്തിൽ പറയുന്ന ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്, സാധാരണക്കാരേക്കാൾ മികച്ച ആളുകളുടെ ഹൃദയം വജ്രത്തേക്കാൾ കഠിനമായിരിക്കും. സാധാരണക്കാരേക്കാൾ മികച്ച ആളുകൾ, അതായത് ശ്രീരാമകൃഷ്ണദേവനെയാണ് ഇവിടെ, അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രനെയാണ് ഉദ്ദേശിച്ചത് കാവ്യത്തിൽ. ഈ ശ്രീരാമകൃഷ്ണദേവനും യോജിക്കും എന്ന് പറഞ്ഞാണ് ഇവിടെ എടുത്തെഴുതിയിരിക്കുന്നത്. സാധാരണക്കാരേക്കാൾ മികച്ച ആളുകളുടെ ഹൃദയം വജ്രത്തേക്കാൾ കഠിനം, പൂക്കളേക്കാൾ മൃദുലം. അത്തരം മനുഷ്യരുടെ ഹൃദയം ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? അതാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ ഒരു പ്രകൃതിയായിട്ടാണ് ഇവിടെ ഈ ഒരു വാചകം നമ്മൾ ലീലാമൃതത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരോട് സ്നേഹവും മര്യാദയും നിറഞ്ഞ ഇടപഴകൽ, നിയന്ത്രിത സംസാരം, മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഹൃദയം, പൊങ്ങച്ചമില്ലാത്ത ആമുഖം, നേരിട്ട് കാണുമ്പോഴോ കാണാത്തപ്പോഴോ ഒരേപോലെയുള്ള പെരുമാറ്റം, ഇവയാണ് ആത്മാവിൻ്റെ ലളിതമായ രഹസ്യങ്ങൾ. ഇത് ഉത്തരരാമചരിതത്തിൽ ഭവഭൂതി ആണ് ഈ ഭാഗം വിവരിക്കുന്നത്. ഇതിൻ്റെ ആ ശ്ലോകത്തെ ഒരു ശ്രീരാമചന്ദ്രനെ പോലുള്ള ഒരു അവതാര പുരുഷൻ്റെ സ്വഭാവത്തെ വിവരിക്കുന്നതാണ്. മറ്റുള്ളവരോടുള്ള സ്നേഹം, മര്യാദ നിറഞ്ഞ ഇടപഴകൽ, നിയന്ത്രിതമായ സംസാരം, മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഹൃദയം,
പൊങ്ങച്ചമില്ലാത്ത ആമുഖം, നേരിട്ട് കാണുമ്പോഴോ കാണാത്തപ്പോഴോ ഒരേപോലെയുള്ള പെരുമാറ്റം. അതാണ് നമ്മൾ സാധാരണക്കാരുടെ ഒരു ഇത്. നേരിട്ട് കാണുമ്പോൾ പെരുമാറുന്ന പോലെ അല്ല ആ ആളെ നേരിട്ട് കാണാത്തപ്പോൾ മറ്റുള്ളവരോട് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് വേറൊരാളോട് അയാളുടെ സാന്നിധ്യത്തിൽ അല്ലാതെ പറയുന്നത് ചിലപ്പോൾ നേരിട്ട് കാണുന്ന രീതിയിലായിരിക്കില്ല. ചിലപ്പോൾ അയാളുടെ കുറ്റമായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ കുറവായിരിക്കാം. അതേസമയം ഇതുപോലുള്ള മഹാപുരുഷന്മാർ നേരിട്ട് കാണുമ്പോഴോ കാണാത്തപ്പോഴോ ഒരേപോലെയാണ് അവരുടെ പെരുമാറ്റം. ഇവയാണ് ആത്മാവിൻ്റെ ലളിതമായ ഇതാണ് യഥാർത്ഥത്തിലുള്ള ആത്മാവിൻ്റെ ലളിതമായ രഹസ്യങ്ങൾ എന്ന് ഭവഭൂതി എഴുതിയതാണ്. അപ്പം അങ്ങനെയുള്ള മികച്ച ആളുകളുടെ ഹൃദയം വജ്രത്തേക്കാൾ കഠിനവും പൂക്കളേക്കാൾ മൃദുലവും ആയിരിക്കും. ഇങ്ങനെയുള്ളവരുടെ ഹൃദയത്തെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക എന്നാണ് ഈ ഒരു ഭാഗത്ത് ലീലാമൃതത്തിൽ ഈ പറയുന്നതിൻ്റെ ഒരു അർത്ഥം വിവരിച്ചെന്ന് മാത്രം. അപ്പോൾ ആ ഒരു ഘടന ഞാൻ അവിടെ പറഞ്ഞു എന്ന് മാത്രം. ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരാളുടെ അടുത്തേക്കാണ് ഇതേപോലുള്ള ഇത്രയുമധികം ഭക്തന്മാർ വരാനുണ്ടായ കാരണം എന്താണ് എന്ന് സൂചിപ്പിക്കുന്നത് ഇതാണ്. അത് ശാരദാനന്ദസ്വാമികളാണ് അതിനുള്ള ഉത്തരം എഴുതിയിരിക്കുന്നത്. എന്താണ് ആ ചോദ്യത്തിന്, എന്താണ് ഇങ്ങനെ ഭക്തന്മാർ ഭഗവാനെ തേടി വരുന്നതിൻ്റെ രഹസ്യം എന്നുള്ളതിൻ്റെ ഉത്തരം അതാണ്. അതേപോലെ അധ്യായം 10 ഇത് അധ്യായം 9 ഇനി അധ്യായം 10 വരുമ്പോൾ അവതാരം എന്താണ്, അതിന് രാമനെ ഉദാഹരണമാക്കി പറയുന്നുണ്ട്. അവതാരം എന്താണ് എന്നുള്ളത് ശ്രീരാമനെ ഉദാഹരണമാക്കിയിട്ട് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് വചനാമൃതത്തിൽ തന്നെ ഉള്ളതാണ്. അതായത് വചനാമൃതത്തിൽ തന്നെ പറയുന്ന ഒരു ഭാഗമാണ്. ഭക്തിശാസ്ത്രമനുസരിച്ച് ശക്തിപ്രകാശത്തിന് വ്യത്യാസമുണ്ട്. ഈ ഭക്തിശാസ്ത്രമനുസരിച്ച് ശക്തിപ്രകാശത്തിന് വ്യത്യാസമുണ്ട്. രാമൻ തന്നെയാണ് സർവവുമായിരിക്കുന്നത്. എന്നാൽ ചിലയിടങ്ങളിൽ ശക്തി കൂടുതലും ചിലയിടങ്ങളിൽ ശക്തി കുറവും കാണാം. അവതാരത്തിൽ അദ്ദേഹം ഒരു തരത്തിൽ പ്രകാശിക്കുന്നു, ജീവനിൽ മറ്റൊരു തരത്തിൽ പ്രകാശിക്കുന്നു. അപ്പം അവതാര പുരുഷന്മാർക്കും ദേഹബുദ്ധി ഉണ്ട് എന്നാണ് മാസ്റ്റർ മഹാശയൻ ഇവിടെ തൻ്റെ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. ഭഗവാനാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു കൊടുക്കുന്നതാണിത്. ദേഹബുദ്ധിയുണ്ട്. ശരീരധാരണം മായ കൊണ്ടാണ്. അവതാരങ്ങൾ ശരീരധാരണം നടത്തുന്നത് മായയുടെ ഭാഗമായിട്ടാണ്. എന്നിട്ട് അതായത് സീതയ്ക്ക് വേണ്ടി രാമൻ വിലപിച്ചു. എന്നാൽ അവതാരം സ്വേച്ഛയാ തൻ്റെ കണ്ണിനു മീതെ ഒരു തുണി കെട്ടുകയാണ് ചെയ്യുന്നത്. സീതയ്ക്ക് വേണ്ടി രാമൻ വിലപിക്കുന്നു എന്ന് പറയുന്നത് ആ അവതാരം തന്നെ കണ്ണിന് മീതെ ഒരു തുണി, മായയാകുന്ന തുണി കെട്ടുകയാണ് ചെയ്യുന്നത്. ഈ കുട്ടികൾ കണ്ണ് കെട്ടി കളിക്കും പോലെ. എന്നാൽ അമ്മ വിളിച്ചാൽ കളി തീർന്നു. ജീവൻ്റെ കഥ വേറെ. അവരുടെ കണ്ണ് മൂടിക്കെട്ടിയിരിക്കുന്ന തുണി പിന്നിൽ ആണി തറച്ച് വച്ചിരിക്കുകയാണ്. ഈ അവതാരങ്ങളുടെ കഥ എന്ന് പറയും ഈ കെട്ട്, ഈ മായയാകുന്ന കെട്ട് അവർ മാറ്റി അവർ പുറത്തേക്ക് വരും. അതേസമയം ജീവാത്മാക്കളെ സംബന്ധിച്ച് ഈ കെട്ട് ആണി അടിച്ച പോലെ, ഈ മായയാകുന്ന തുണി ആണി അടിച്ച പോലെ കെട്ടി പുറകിൽ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ മായാബന്ധനത്തിൽ നിന്ന് നമുക്ക് മോചനമുണ്ടാകില്ല. അവതാര പുരുഷന്മാരെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഈ മായ അവർ ഈ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു മായയുടെ ഭാഗം മാത്രമാണ്. അവരെപ്പോൾ വേണമെങ്കിലും അത് അനാവരണം ചെയ്യും, ആ മായയെ മാറ്റും. ഇതാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്. അപ്പോൾ ഈ തരത്തിൽ ഇത് ഭഗവാൻ ഇത് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അല്പജ്ഞാനം കൊണ്ട് വിമർശനം ഏൽക്കേണ്ടി വരുന്ന ഒരു കഥാരൂപമാണ് രാമായണം അല്ലെങ്കിൽ രാമൻ. കാരണം അജ്ഞന്മാരും അല്പന്മാരുമായ ആളുകൾ, ഇതേ സംബന്ധിച്ച് വേണ്ടത്ര ജ്ഞാനമില്ലാത്തവർ ഒരുപാട് തരത്തിൽ ശ്രീരാമനെ വിമർശിച്ചുകൊണ്ട് ധാരാളം പ്രഭാഷണങ്ങൾ നമുക്ക് ധാരാളം ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കേൾക്കാൻ കഴിയും. സീതയെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്, എങ്ങനെയാണ് ഒരു മര്യാദ പുരുഷോത്തമനാകുന്നത്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള സംശയാലുവായ ഒരു ഭർത്താവാണ് ശ്രീരാമൻ എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് അവഹേളനങ്ങൾ ശ്രീരാമ അവതാരത്തെക്കുറിച്ച് പ്രഭാഷണങ്ങൾ വലിയ ജ്ഞാനത്തിൻ്റെ രൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടൊരു കാലഘട്ടമാണ്. ഇത് 100 വർഷം മുമ്പ് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ ഇതിന് മറുപടി തന്നിട്ടുണ്ട്.
അവതാരങ്ങൾ മായയാകുന്ന ഒരു മായ, സ്വയം ഒരു മായയെ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ മായയെ എപ്പോൾ വേണമെങ്കിലും അവർക്ക് ഭേദിക്കാൻ പറ്റും. ഈ മായ അവർ സ്വീകരിച്ചിരിക്കുന്നത് ഈ ജീവാത്മാക്കൾക്ക് വേണ്ടിയാണ്. മനുഷ്യ ശരീരം എടുത്ത് സ്വീകരിച്ച് ജീവാത്മാക്കൾക്ക് വേണ്ടിയാണ് അവർ ഈ മായയെ സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം അവർക്ക് ഈ മായയെ ഭേദിക്കാനും കഴിയും. അവർക്ക് ഇത് നമ്മൾ കാണുന്ന പോലുള്ള വ്യത്യാസം, സാധാരണ മനുഷ്യർ കാണുന്ന പോലുള്ള ഒരു വ്യത്യാസം അവതാര പുരുഷന്മാരെ സംബന്ധിച്ചില്ല. അത് എത്രയോ കാലം മുമ്പ് ശ്രീരാമകൃഷ്ണദേവൻ വചനാമൃതത്തിലൂടെ ഈ കാര്യം വെളിപ്പെടുത്തിയത്. ഇന്ന് ഈ 2025 ഇത് സംബന്ധിച്ച തർക്കങ്ങളാണ് കൂടുതലും നടക്കുന്നത്. പ്രത്യേകിച്ച് രാമൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ തർക്കം. ശ്രീകൃഷ്ണൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തർക്കം അധികം വന്നിട്ടില്ല. രാമൻ്റെ കാര്യത്തിലാണ് ഏറ്റവും വലിയ തർക്കം. വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉൾപ്പെടെയുള്ളവരാണ് ഈ വിമർശനങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഇത്തരം പ്രഭാഷണങ്ങൾ അവരുടെ പേപ്പേഴ്സ് അവതരിപ്പിക്കുന്നത്. ആധ്യാത്മികതയെക്കുറിച്ചുള്ള പേപ്പേഴ്സിലാണ് പല പ്രഭാഷണങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. ശ്രീരാമനെക്കുറിച്ച് ശ്രീരാമനെ എപ്പോഴും പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള വ്യഗ്രതയോടുകൂടിയുള്ള ഒരു രീതി തന്നെ. അപ്പം ഇവിടെയാണ് എത്രയോ കാലം മുമ്പ് ഭഗവാൻ ഇതിനൊക്കെ മറുപടി എഴുതിയിട്ടുണ്ട്. നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമാണ്. അല്ലെങ്കിൽ നമ്മൾ ആഴത്തിൽ അതിലേക്ക് ആ ഭാഗങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. സീതയ്ക്ക് വേണ്ടി രാമൻ വിലപിക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ മായയാണ് അവതരിപ്പിക്കുന്നത്. യാഥാർത്ഥ്യത്തിൽ ആ വിലാപമില്ല. അപ്പം അത് ആ ദേഹബുദ്ധിയോട് സ്വീകരിച്ച് മായയാകുന്ന ആ മായാബന്ധനത്തെയാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അതാണ് ശ്രീരാമചന്ദ്രൻ്റെ വിലാപം എന്ന് പറയുന്നത്. ആ മായാബന്ധം അവരങ്ങ് സ്വയം അവർ തന്നെ അങ്ങ് അനാവരണം ചെയ്യും, അല്ലെങ്കിൽ ആ മായയെ മാറ്റും. അതേസമയം ജീവാത്മാക്കൾക്ക് അത് കഴിയില്ല. കാരണം എന്തുകൊണ്ടാണ്? ജീവാത്മാക്കൾക്ക്, അതും പറയുന്നുണ്ട് ശ്രീരാമകൃഷ്ണദേവൻ, ജീവാത്മാക്കൾക്ക് ഇത് മനസ്സിലാകാത്തതിൻ്റെ കാരണം, ഈ മായയെ മനസ്സിലാക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അവരെന്തുകൊണ്ടാണ് ഈ ജീവാത്മാക്കൾക്ക് ഇങ്ങനൊരു മായാബന്ധനത്തിൽപ്പെട്ട് ഇത്തരം ജൽപ്പനങ്ങൾ നടത്തുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരം പ്രഭാഷണങ്ങൾ ഞാൻ ആ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കോണ്ടക്സ്റ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. എന്തിനാണ് ഈ ജീവാത്മാക്കൾ അത് ചെയ്യുന്നത്? ഭഗവാൻ തന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട്. വചനാമൃതത്തിൽ എഴുതിയ വാക്കുകളാണ്. എന്താണ് എഴുതിയിരിക്കുന്നത്? 8 തരം കെട്ടുകളാണ് ഇവർക്കുള്ളത്. നമുക്ക് ഈ നാട്ടിൽ, നമ്മുടെ ഈ ലോകത്ത് ജീവിക്കുന്ന ജീവാത്മാക്കളെ സംബന്ധിച്ച് 8 തരം കെട്ടുകളാണ്. 1 ലജ്ജ, 2 ഘൃണ, ഭയം, ജാതി, കുലം, ശീലം, ശോകം, ജുഗുപ്സ. നോക്കൂ, ഈ 8 കാര്യവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 8 കാര്യവും: ലജ്ജ, ഘൃണം, ഭയം, ജാതി, കുലം, ശീലം, ശോകം, ജുഗുപ്സ. ഈ 8 കെട്ടുകളാണ് ഈ മനുഷ്യകുലത്തെ ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവ അഴിച്ചു തരാൻ ഗുരു ഇല്ലെങ്കിൽ സാധ്യമല്ല. അതും ഭഗവാൻ തന്നെയാണ് പറഞ്ഞത്. ബൾഗേറിയയിലെ ഭക്തന്മാരോട് പറയുന്നതാണ് ഈ ഭാഗം. നോക്കൂ, 1883 ജൂൺ 8-ാം തീയതിയാണ് ഇത് പറയുന്നത്. 1883 പറയുന്ന കാര്യമാണിത്. ഈ പറഞ്ഞതെല്ലാം ഈ 2025 ആഗസ്റ്റ് മാസത്തിൽ പോലും പ്രസക്തമായ കാര്യം നമ്മളിപ്പോഴും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ 8 കാര്യത്തിലൂടെയാണ് ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ജീവാത്മാക്കൾ ഈ 8 കാര്യങ്ങളാണ് ഇപ്പോഴും ചർച്ച ചെയ്യുന്നത്. ഇതാണ് വചനാമൃതത്തിൻ്റെ വലിയ മഹത്വമായിട്ട് നമ്മൾ കാണുക. ഓരോ കാലികമായ വിഷയങ്ങൾക്കും ഉത്തരം നമുക്ക് ഈ വചനാമൃതത്തിലുണ്ട് എന്നുള്ളതാണ്. അത് വചനാമൃതത്തിലെ ഓരോ വരികളെയും നമ്മൾ അപഗ്രഥിച്ച് അല്ലെങ്കിൽ മനസ്സാ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ അറിവിനെ ഇതിനോട് തുലനം ചെയ്തു വെച്ചുകൊണ്ട് നമ്മൾ എത്രമാത്രമാണ് ഇനിയും മനസ്സിലാക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഭാഗം സ്വീകരിച്ചുകൊണ്ട് നമ്മളിതിലെ ഓരോ വരിയും നോക്കുമ്പോൾ നമുക്കിത് മനസ്സിലാകും. നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ രോഷം കൊള്ളുന്നത് പലരും പല രീതിയിലാണ് രോഷം കൊള്ളുന്നത്. ഇത്തരം അപഖ്യാതികൾ ധാരാളം വരുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഈ പ്രശ്നം കൊണ്ടാണ്, ഈ 8 കെട്ടുകളുള്ളത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതഴിക്കാൻ ഒരു മാർഗമേ ഉള്ളൂ, ഒരു നല്ല ഗുരുവിനെ തേടുക എന്നുള്ളത് മാത്രം. ആ ഗുരുവിനെ അന്വേഷിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കുള്ള ഏക മാർഗം. അടുത്തത് 11-ാം അധ്യായത്തിലാണ് ശരിയായ ഭക്തൻ്റെ ലക്ഷണത്തിലേക്ക് പോകുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം നമുക്കത് പറയാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ 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 നമസ്തേ.
അതെ അതെ പറയാതിരിക്കാൻ വയ്യ. അതൊക്കെ എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഇതായിട്ട് അത് മനസ്സിലാക്കിയിരുന്നില്ല. അതെ 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 അതെ, അറിയുന്നില്ല സമയം പോകുന്നത്. നാമം ജപിക്കാം നാമം. നാമം ജപിക്കാം.